to the world of easy English. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ടോപ്പിക്സ് ആണ്. അതായത് vowels, consonants, articles. So നമുക്കറിയാം in English language there are 26 alphabets. English languageൽ 26 alphabets ഉണ്ട്. In that 5 are vowels, 20 are consonants and 1 alphabet is considered as special vowel. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 5 vowels ഉണ്ട്, 20 consonants ഉണ്ട്. ഒരു ആൽഫബറ്റ് നമ്മൾ സ്പെഷ്യൽ വവൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വവൽസ് ഏതൊക്കെയാണ് നോക്കാം. Vowels are A, E, I, O and U. A, E, I, O, U. ഇതൊക്കെയാണ് vowels. And ഒരു സ്പെഷ്യൽ വവലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? So this Y is special vowel. Y is special vowel. And rest of the alphabets are considered as rest of the alphabets are consonants. മറ്റെല്ലാം ഈ നമ്മുടെ vowels ഒഴികെയും അതുപോലെ സ്പെഷ്യൽ vowel ഒഴികെയും ബാക്കിയെല്ലാം കോൺസണൻസ് ആണ്. സോ ഇതിനർത്ഥം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ, നിങ്ങളുടെ അറിവിലേക്ക് ഒരു ഇൻഫർമേഷൻ പറയാം. നമ്മൾ ഈ വവൽസും കോൺസണൻസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്കൊരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു വവൽസ് പറഞ്ഞു നോക്കിയാലോ. എ, ഇ, ഐ, ഒ, യു. ഈ എ, ഇ, ഐ, ഒ, യു എന്ന് പറയുമ്പോൾ നമ്മുടെ മൗത്തിന്റെ ഉള്ളിൽ ഈ വവൽസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എയറിന് ഒരു ഫ്രീ പാസേജ് ആണ് ഉണ്ടാവുന്നത്. അതായത് എവിടെയും എയർ നമ്മളുടെ എവിടെയും വെച്ച് ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല, അതായത് എവിടെയും ഒരു ബ്ലോക്കേജ് ഉണ്ടാവുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ വി പ്രൊനൗൺസ് കൺസണൻസ് പ്രൊനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? നമുക്കൊന്ന് നോക്കാം. ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, M, N, P, Q, R, S, T, V, W, X, Z. ഈ കോൺസണൻസ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൗത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എയർ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ കോൺസണന്റ് പറയുന്നത്. സോ അതാണ് വവൽസും കോൺസണൻസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അത് ആർട്ടിക്കിൾസ് ആണ്. നമുക്ക് ആർട്ടിക്കിൾസ് എന്താന്ന് നോക്കാം. Articles. So articles are divided into 2 parts. ആർട്ടിക്കിൾസിനെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. One is definite article. ഒന്നാമത്തേത് definite article. And the second one is indefinite article. Second one is indefinite article. So definite article നമുക്ക് ഒന്നേ ഉള്ളൂ. Definite article നമുക്ക് ഒന്നേ ഉള്ളൂ. അതാണ് the. Definite article ആണ് the. Indefinite articles നമുക്ക് 2 എണ്ണം ഉണ്ട്. That is a and an. എയും an. ഇത് indefinite article ആണ്. ഇനി നമുക്ക് ആദ്യമേ definite article എവിടെയാണെന്ന് നോക്കാം, ഏതാണെന്ന് നോക്കാം. ഓക്കെ, എയും ആനും ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. നമുക്ക് നേരെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താന്ന് പഠിക്കാം. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം റൂൾസ് നോക്കാനുണ്ട്, നമുക്ക് കുറച്ചധികം റൂൾസ് പഠിക്കാനുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നീങ്ങാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം, കാരണം ഇത് കുറച്ചധികം ഉണ്ട്. ജസ്റ്റ് ഇത് നമ്മളൊന്ന് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ റൂളാണ്, ശ്രദ്ധിക്കണം. The is used before nouns which denote unique things or persons.
എന്താണ് അതിന്റെ അർത്ഥം? the എന്ന് പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ യുണീക്ക് ആയിട്ടുള്ള നൗൺ ആയിട്ടുള്ള തിങ്സിന്റെയും പേഴ്സൺസിന്റെയും മുൻപിലായിരിക്കണം ചേർക്കേണ്ടത്. ദാറ്റ് ഇസ് റൂൾ നമ്പർ 1. നമുക്ക് എക്സാമ്പിൾ നോക്കിയാലോ? എക്സാമ്പിൾസിലോട്ട് പോവാം. The sun, the earth, the universe, the moon, the sky, the world, the stars. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. സോ എന്താ പറഞ്ഞത്? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയ the നമ്മൾ എപ്പോഴും എവിടെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ റൂൾ പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള നൗണും ആയിരിക്കണം, എന്നാൽ യുണീക്ക് ആയിട്ടുള്ള തിങ്സിന്റെയോ പേഴ്സൺസിന്റെയോ മുൻപിൽ. യുണീക്ക് പേഴ്സൺസ് ആൻഡ് തിങ്സ്, ഇതാണ് ഒന്നാമത്തെ റൂൾ. Example, the sun, the earth. ഇത് നമുക്ക് നോക്കിക്കേ, ഈ സണ്ണിന്റെ കേസ് എടുത്തേ. നമുക്ക് യൂണിവേഴ്സിൽ തന്നെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അല്ലെ? സൺ എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. അത് നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് എന്താ കമ്പയർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. സോ സൺ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള കാര്യം നമുക്ക് പറയാം. അതുപോലെ തന്നെ എർത്തും. മനസ്സിലായല്ലോ? സോ യുണീക്ക് ആയിട്ടുള്ള നൗൺ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള വ്യക്തികളുടെയും സാധനങ്ങളുടെയും മുൻപിലായിട്ട് നമ്മൾ the ചേർക്കണം. ഇനി നമുക്ക് നേരെ സെക്കൻഡ് റൂളിലോട്ട് പോവാം. സെക്കൻഡ് റൂൾ എന്താ പറയുന്നത്? Definite article the should be used before the names of mountain ranges and island groups. Okay, the use ചെയ്യേണ്ടത് മൗണ്ടെയിൻ റേഞ്ചസിന്റെ പേരിന്റെ മുൻപിലും അതോടൊപ്പം തന്നെ ഐലൻഡ് ഗ്രൂപ്പ്സിന്റെ മുൻപിലും നമ്മൾ the ചേർക്കണം. എവിടെയാണ്? ബിഫോർ നെയിംസ് ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ്, mountain ranges and island groups. Island groups. എക്സാമ്പിളോട്ട് പോയാലോ? എക്സാമ്പിൾ ആണ് the Himalayas. The Himalayas. വേറൊരു എക്സാമ്പിൾ ആണ് the Alps. The Alps. Okay, the Himalayas, the Alps. അതുപോലെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. the West Indies. The West Indies. The West Indies. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇവിടെ the Himalayas എന്ന് പറയുന്നത് മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. the Himalayas എന്ന് പറയുന്നത് മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. ഇനി the Alps. ആൽപ്സും മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. ഇനി വെസ്റ്റ് ഇൻഡീസോ? വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്? വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. വെസ്റ്റ് ഇൻഡീസ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ആണ്. സോ നമ്മൾ വെസ്റ്റ് ഇൻഡീസ് എഴുതുമ്പോൾ അതിന്റെ മുൻപിൽ the ചേർക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ റൂളിലോട്ട് പോവാം. മൂന്നാമത്തെ റൂൾ എന്താന്ന് നമുക്ക് നോക്കിയാലോ? മൂന്നാമത്തെ റൂൾ ആണ് the should be written before the names of rivers, canals, straits, oceans. Okay, rivers, canals, straits, seas and oceans. എവിടെയാണ്? before the names of rivers, canals, seas, oceans. നോക്കി, ഇതിനൊരു എക്സാമ്പിളോട്ട് നമുക്ക് പോയാലോ? the Arabian Sea. നോക്കാം, എക്സാമ്പിൾ ആണ് the Arabian Sea. the Arabian Sea. ഇനി the Nile. നൈൽ എന്ന് പറയുന്നത് എന്താണ്? തടാകം അല്ലേ? റിവർ, തടാകം. നൈൽ, the Nile. അതുപോലെ തന്നെ
The Indian Ocean. The Indian Ocean. അത് sea അല്ലേ? Okay. The Indian Ocean. Okay. There should be used before the names of rivers, canals, seas and oceans. നമ്മൾ പറഞ്ഞു. പിന്നെ കനാലിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? കനാൽ Suez Canal. SUES. Suez Canal. ഇതൊരു കനാൽ ആയതുകൊണ്ട് അതിന്റെ മുൻപിൽ നമ്മൾ the ചേർത്തു. സോ നമുക്കിനി അടുത്ത റൂളിലോട്ട് പോവാം. അടുത്ത റൂൾ എന്താ നമുക്ക് നോക്കാം. There should be written before the names of deserts, forests. എവിടേക്കാണ്? Deserts, forests, fleet, ship, train, hotel. Fleet എന്ന് പറഞ്ഞാൽ പടക്കപ്പൽ. Okay, fleets, hotels, trains. Okay. Names of, there should be written before the names of deserts, forests, ships. Ships നമ്മൾ പറഞ്ഞു എഴുതിയില്ല അല്ലേ? Ships ഉണ്ട്. Ships, fleets, trains and hotels. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയാലോ? എക്സാമ്പിൾ ആണ് the Sahara. The Sahara. Sahara എന്താണ്? ഡെസേർട്ട് അല്ലേ? സോ the Sahara. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയാം. ഫോറസ്റ്റിന് എക്സാമ്പിൾ നമുക്ക് പറയാം. The Black Forest. The Black Forest. ഓക്കെ. ഇനി ഇതൊക്കെ മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എന്താണ്? The Sahara എന്ന് പറയുന്നത് ഡെസേർട്ടിന് എക്സാമ്പിൾ. The Black Forest എന്ന് പറയുന്ന ഫോറസ്റ്റിന് എക്സാമ്പിൾ. ഇനി നമുക്ക് ഒരു ഷിപ്പ് നോക്കണ്ടേ? ഷിപ്പിന് എക്സാമ്പിൾ ആണ് the Titanic. The Titanic ഷിപ്പാണ്. സോ the Spanish Armada. The Spanish Armada ഇതെന്താണ്? ഒരു ഫ്ലീറ്റ് ആണ്, ഒരു പടക്കപ്പലാണ്. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ? ഒരു ട്രെയിനിന്റെ പേര് നോക്കാം. രാജധാനി എക്സ്പ്രസ്. ദ രാജധാനി എക്സ്പ്രസ്. സോ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് മുൻപിൽ ദ ചേർക്കണം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അടുത്ത റൂളിലോട്ട് പോവാം. There should be used before where? There should be used before government departments. Government, before the names of government departments, banks and establishments. എവിടെയൊക്കെയാണ്? There should be used before government departments, banks and establishments. നമുക്ക് എക്സാമ്പിളിലോട്ട് പോകുമ്പോൾ വേഗം പിടികിട്ടും. The Department of Revenue. The Department of Revenue. ഇതൊക്കെ പറഞ്ഞു നോക്കി. The Department of Revenue. The Canara Bank. The Canara Bank. The Union Bank. The Union Bank. So നമ്മൾ ബാങ്കുകളുടെ പേര് എഴുതുമ്പോഴും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ പേര് എഴുതുമ്പോഴും എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ പേര് എഴുതുമ്പോഴും നമ്മൾ അതിന് മുന്നിൽ ദ ചേർത്തിരിക്കണം. ഇനി ഡിപ്പാർട്ട്മെന്റ് അതായത് യൂണിയൻ ബാങ്ക്. then അതിനുശേഷം നമുക്ക് എന്താ പറയണ്ടേ? എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഒരു എക്സാമ്പിൾ പറയുക? നമുക്ക് എടുക്കാം ദി ഡെന്റിസ്റ്റ്. ഇപ്പം നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പറയുന്നത് ദി ഡെന്റിസ്റ്റ്, ദി ബാർബേഴ്സ്, ബാർബറിന്റെ, ഡെന്റിസ്റ്റിന്റെ എന്തെങ്കിലും അതൊരു എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. സോ നമ്മൾ ഓർക്കുക ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ബാങ്ക്സ്, എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വി ഹാവ് ടു ആഡ് ദ ബിഫോർ ദം. ഇനി നമുക്ക് അടുത്ത റൂളിലോട്ട് പോവാം. എന്താണ് അടുത്ത റൂള്? There should be used before adjectives
in superlative degree. The should be used before adjectives in superlative degree. അതില് adjectives എന്ന് പറയുന്നത് ഒരു parts of speech ന്റെ ഒരു portion ആണ്. നിങ്ങൾക്ക് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും. Before adjectives in this superlative degree. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണിത്. കാരണം ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ മോസ്റ്റ് ഫ്രീക്വൻലി അത് ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനും കൂടെയാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്ജക്റ്റീവ്സ് ഇൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇതും ഞാൻ ഈ ടോപ്പിക്കും നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് പറയാത്തത്. സോ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോൾ, ടോളർ, ടോളസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. അതായത് നമുക്ക് ടോൾ എന്ന് പറയുന്നത് പൊക്കമുണ്ട്, പൊക്കം. ടോളർ എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഹി ഇസ് ടോളർ ദാൻ മീ. രാജു ഇസ് ടോളർ ദാൻ രാജു. രാജു ഇസ് ടോളർ ദാൻ റാണി. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. സോ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? രാജു റാണിയെക്കാളും പൊക്കമുള്ളവനാണ്. സോ അവിടെ ടോളർ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. ഇനി ടോളസ്റ്റ് എന്ന് പറയുന്നത് അത് സുപ്രീം ആണ്, അറ്റ്മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് ഇനി ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും പൊക്കമുള്ളവനാണ്. അവനെ ആരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അറ്റ്മോസ്റ്റ് പൊക്കമുള്ളവനാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ പൊക്കമുള്ള ഒരാളാണ്. സോ അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണിനെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെയാണ് നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന കാര്യമാണ് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു ബിഫോർ. സോ ദോ ഷുഡ് ബി റിട്ടൺ ബിഫോർ ആഡ്ജക്റ്റീവ്സ് ഇൻ ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമുക്ക് വേഗം അതിന് ഒരു എക്സാമ്പിളിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജു ഇസ് ദി ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. Raju is the tallest boy in the class. Raju is the tallest boy in the class. So, Raju ക്ലാസ്സിലെ ഉയരം കൂടിയ ആൺകുട്ടിയാണ്. രാജു ക്ലാസ്സിലെ ഉയരം കൂടിയ ആൺകുട്ടിയാണ്. രാജു എന്ന് പറയുന്നത് നൗൺ ആണ്. ബോയ് എന്ന് പറയുന്നത് നൗൺ ആണ്. സോ ഇവിടെ രാജു ഒരാൺകുട്ടിയാണ്. രാജു എങ്ങനെയുള്ള ആൺകുട്ടിയാണ്? പൊക്കമുള്ള ആൺകുട്ടിയാണ്. ഏറ്റവും പൊക്കമുള്ള ആൺകുട്ടിയാണ്. സോ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ടോളസ്റ്റ് ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ടോളസ്റ്റ് ആണ്. അഡ്ജക്റ്റീവും കൂടെയാണ്. കാരണം എന്താണ്? നമ്മൾ നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ടോളസ്റ്റ്. എങ്ങനെയുള്ള ആൺകുട്ടി? പൊക്കമുള്ള ആൺകുട്ടി, ടോളസ്റ്റ് ബോയ്. സോ നമ്മൾ ഇങ്ങനെ വരുന്ന കേസിൽ ദ നമ്മൾ എവിടെ ചേർക്കണം? എവിടെയാ ചേർക്കേണ്ടത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ്സിന്റെ മുൻപിലായിട്ട് ദ ചേർക്കണം. അടുത്തത് നമുക്ക് അടുത്ത റൂളിലോട്ട് പോവാം. ഈ അടുത്തത് പറയാൻ പോകുന്ന റൂളും നമ്മളിപ്പോ പറയാൻ പോകുന്ന റൂളില്ലേ, അതും ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്. നോക്കാം. The should be repeated when two different persons or things are referred to. When two different things and persons are referred to. നമുക്ക് നോക്കാം അതെന്താണെന്ന്. അതായത് അവിടെയും നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ പറയുന്നത് the writer and the dancer
the writer and the dancer were killed in the accident. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് there should be used when two different persons or things are referred to. Okay. രണ്ട് വ്യക്തികളെയോ രണ്ട് വസ്തുക്കളെയോ റെഫർ ചെയ്യുമ്പോൾ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളെയോ വസ്തുക്കളെയോ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് മുന്നിലായിട്ട് the ചേർത്തിരിക്കണം. നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എന്താ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്? The writer and the dancer were killed in the accident. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മളിവിടെ ഒരു സെന്റൻസിൽ തന്നെ രണ്ട് the ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്താ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ആക്സിഡന്റില് എന്താണ് ആക്സിഡന്റില് റൈറ്ററും ഡാൻസറും കൊല്ലപ്പെട്ടു. ഇവിടെ നമ്മൾ രണ്ട് the യൂസ് ചെയ്യാൻ കാരണം, the writer and dancer എന്ന് പറയാൻ കാരണം ഈ റൈറ്ററും ഡാൻസറും രണ്ടും രണ്ട് വ്യക്തികളാണ്. റൈറ്ററും ഡാൻസറും രണ്ടും രണ്ട് വ്യക്തികളായതുകൊണ്ടാണ് അവരെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് we used the. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമ്മൾ the യൂസ് ചെയ്തില്ലായിരുന്നു എങ്കിൽ, ഓക്കെ, ഇവിടെ നമ്മൾ the യൂസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, if we hadn't used the before dancer, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? The writer and dancer was killed in the accident. The writer and dancer was killed in the accident. അതിന്റെ അർത്ഥം എന്താണ്? റൈറ്ററും ഡാൻസറും ഇവിടെ ഒരാൾ തന്നെയാണ്. റൈറ്ററും ഡാൻസറും വേറെ വേറെ ആൾക്കാരല്ല, ഒരാൾ തന്നെ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് the നമ്മൾ എപ്പോഴും ചേർക്കുന്നത് എപ്പോഴാണ്? ഒരു സെന്റൻസിൽ രണ്ട് the ചേർക്കുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ, നമ്മൾ രണ്ടുപേരുടെ മുന്നിൽ, പേഴ്സൺ അല്ല, ഇവിടെ നോക്കിയ റൈറ്റർ ഡാൻസർ രണ്ടുപേരും രണ്ടാൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ the രണ്ടുപേരും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ഈ റൈറ്ററും ഡാൻസറും ഒരാൾ തന്നെ ആയിരുന്നുവെങ്കിൽ അവിടെ the writer and dancer was killed in the accident എന്നേ വരുള്ളായിരുന്നു. So it is one of the most important rules that you have to learn, and there are more chances to ask this in competitive examinations. So ഇത് നമ്മൾ പഠിക്കുമ്പോൾ it is very important. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. ഇതൊക്കെയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂൾസ് എന്ന് പറയുന്നത്. the നമ്മൾ എവിടെയൊക്കെയാണ് ചേർക്കേണ്ടത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില കേസുകളുണ്ട്, the ചേർക്കാൻ പാടില്ലാത്ത കുറച്ച് കേസുകളുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആദ്യത്തെ കേസ് എന്താ നമുക്ക് നോക്കാം. the എന്ന് പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിള് ഒരിക്കലും പ്രോപ്പർ നൗൺസിന് മുൻപിലായിട്ട് എഴുതാൻ പാടില്ല. ഒന്നാമത്തത് പ്രോപ്പർ നൗൺസ്. We should not write the. Should not write the before proper nouns. Example: Rani, Raju, Kripa. ഓക്കെ, ഇതൊക്കെ പേരുകളല്ലേ. പേരുകളുടെ മുൻപിൽ നമ്മൾ ഒരിക്കലും the ചേർക്കാനായിട്ട് പാടില്ല. ഇനി വേറൊരു കാര്യം പറയുന്നത്, the should not be used before names of substances if they are used in a general sense. അതായത് നമ്മൾ the എവിടെ യൂസ് ചെയ്യാൻ പാടില്ല? ഇതൊന്നും ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ എവിടെ എഴുതാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലമാണ് ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ജനറൽ സെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസിന്റെ മുൻപിൽ നമ്മൾ the എഴുതാനായിട്ട് പാടില്ല.
ദ എഴുതാനായിട്ട് പാടില്ല. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മീൽ, ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. നോക്കിക്കേ, ഇത് നമ്മൾ സാധാരണ ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള മെറ്റൽ ആണ്. സോ അതിന്റെ മുൻപിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതല്ലേ, സ്വർണം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽ ആണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രെഡ് ഇസ് അവൈലബിൾ ഹിയർ. ബ്രെഡ് ഇസ് അവൈലബിൾ ഹിയർ. ബ്രെഡ് ഇവിടെ അവൈലബിൾ ആണ്. ബ്രെഡ് ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ കോമൺ ജനറൽ സെൻസിൽ പറയുന്ന, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള സെൻസിൽ ഒന്നും പറയുന്നതല്ല, വളരെ ജനറൽ സെൻസിൽ പറയുന്നതാണ്. സോ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. The should not be used before names of substances if they are used in a general sense. Okay, so ഇവിടെ the അല്ല, the gold അല്ല, the bread അല്ല. Gold is a precious metal. Bread is available here. ഇനി നമുക്ക് മൂന്നാമത്തേതിലോട്ട് പോയാലോ. മൂന്നാമത്തെ റൂൾ എന്താന്ന് നോക്കാം. ദ എവിടെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് നോക്കാം. The should not be used before meals. മീൽസിന്റെ മുൻപിലായിട്ട് നമ്മൾ the യൂസ് ചെയ്യാനായിട്ട് പാടില്ല. Before meals. Okay, before meals. നമുക്കൊരു എക്സാമ്പിൾ പറയാം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇവിടെ തന്നെ പറയാണ്. മീൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പം വെറുതെ പറഞ്ഞു പോവാണെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മളൊരു മീലിന്റെ പേര് പറയുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ദ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റ് വിൽ ബി റെഡി അറ്റ് 8 o'clock. ബ്രേക്ക്ഫാസ്റ്റ് വിൽ ബി റെഡി അറ്റ് 8 o'clock. Breakfast will be ready at 8 o'clock. ബ്രേക്ക്ഫാസ്റ്റ് 8 o'clock ആകുമ്പോഴത്തേക്കും റെഡി ആയിരിക്കും. അവിടെ നമ്മൾ the breakfast എന്ന് പറയാൻ പാടില്ല. We should not write the breakfast. It should be breakfast. കാരണം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് വിൽ ബി റെഡി അറ്റ് 8 o'clock. നമ്മൾ എന്താണെന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ദ ചേർത്തില്ല. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, the must be used when the meal is specified. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീൽ എന്താണ് എന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ദ ചേർക്കണം. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പർ ഇസ് ദി ലാസ്റ്റ് മീൽ ഓഫ് ദി ഡേ. സപ്പർ എന്ന് പറയുന്നതാണ് ഒരു ദിവസത്തിന്റെ അവസാനത്തെ മീൽ. അവിടെ മീൽ എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? സപ്പർ ആണ് ദിവസത്തിന്റെ ലാസ്റ്റ് മീൽ. അവിടെ നമ്മൾ സപ്പർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പറയാ? സപ്പർ ഇസ് ദ ലാസ്റ്റ് മീൽ ഓഫ് ദി ഡേ എന്ന് പറയുന്നത്. സോ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. Why were you absent from the lunch I had arranged? ഞാൻ അറേഞ്ച് ചെയ്ത ലഞ്ചിന്റെ സമയത്ത് നീ എന്തായിരുന്നു ആബ്സെന്റ് ആയിരുന്നത്? സോ ഞാൻ എന്താണ് അറേഞ്ച് ചെയ്തത്? ലഞ്ച് ആണ് അറേഞ്ച് ചെയ്തത്. അവിടെ ലഞ്ച് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മീൽ എന്താണ്? ലഞ്ച് ആണ്. അത് എടുത്തു പറഞ്ഞത് കൊണ്ട് നമ്മൾ ദ ലഞ്ച് എന്ന് ചേർത്തിട്ടുണ്ട്. സോ മനസ്സിലായല്ലോ, ദ നമ്മൾ മീലിന്റെ മുൻപിൽ ഉപയോഗിക്കാൻ പാടില്ല. ഏതൊക്കെ കേസിൽ? ഒരേ ഒരു കേസിൽ, അതായത് മീൽ എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, if the meal is not specified, then we should not use the before them. So, but at the same time, if the meal is specified, we should definitely use the before the name of that meal. ഇനി അടുത്ത കേസിൽ നമുക്ക് അടുത്ത റൂള് എന്താ നോക്കാം. ഗെയിംസിന്റെയും ലാംഗ്വേജസിന്റെയും ഒക്കെ മുൻപിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എവിടെയൊക്കെ ഗെയിംസ് ഉണ്ട്, ലാംഗ്വേജസ് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇത് കണ്ടോ? ഗെയിംസ് ഉണ്ട്, ലാംഗ്വേജസ് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്, പിന്നെ ബിൽഡിംഗ് ഉണ്ട്, പ്ലേസ്. ബിൽഡിങ്സിന്റെ മുൻപിലായിട്ട്
buildings, places. ഇവരുടെ മുൻപിലായിട്ട് ഒന്നും നമ്മൾ the യൂസ് ചെയ്യാനായിട്ട് പാടില്ല. So the should not be used before the names of games, languages, festivals, buildings, places. ഇവിടെ ഒന്നിന്റെയും മുന്നിൽ നമ്മൾ the ചേർക്കാൻ പാടില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I like football. 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 ഇവിടെ football എന്നേ പറഞ്ഞിട്ടുള്ളൂ, the ചേർത്തിട്ടില്ല. It's not the football, it's football. Similarly, I like cricket. It's not the cricket, but it is cricket. I like cricket. ഇനി നമുക്ക് ലാംഗ്വേജിന്റെ കാര്യം പറയാം. ലാംഗ്വേജ് നമ്മളിപ്പോൾ മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറയുമ്പോഴും ലാംഗ്വേജസിന്റെ പേരിന് മുന്നിലായിട്ട് നമ്മൾ ജനറൽ ആയിട്ട് the യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം നമുക്ക് പറയാം. ഫെസ്റ്റിവൽസ് അല്ലേ, ഫെസ്റ്റിവലിന്റെ കാര്യം പറയാം. ഓണം is the national festival of the people of Kerala. Onam is the national festival of the people of Kerala. Onam. Onam is the national festival of the people Onam is the national festival of the people of Kerala. നോക്കാം. The Onam എന്നല്ല നമ്മൾ പറഞ്ഞത്, simply Onam. Onam is the national festival of the people of Kerala. ഇവിടെ ഫെസ്റ്റിവൽ ആണ് ഓണം. നമ്മൾ ആദ്യമേ പറഞ്ഞത് ഗെയിംസ് ആണ്, രണ്ടാമത് നമ്മൾ പറയുന്നത് ഓണം ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിൽഡിങ്സ് ആൻഡ് പ്ലേസസ്. ബിൽഡിങ്സ് ആൻഡ് പ്ലേസസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം. He has been in hospital for a week. He has been in hospital for a week. അതൊരു ബിൽഡിംഗ് അല്ലേ? അല്ല, എവിടെയായിരുന്നു? ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റൽ ആണ്. ഒരാഴ്ചയായിട്ട് he has been in hospital for a week. ഒരാഴ്ചയായിട്ട് അവൻ ഹോസ്പിറ്റലിലാണ്. സോ അവിടെ നമ്മൾ the hospital അല്ല പറഞ്ഞത്, simply hospital. ഇനി she goes to church on Sundays. She goes to church on Sundays. It's not the church, but it's church. Next. He took his cattle to market. He took his cattle to market. It's not the market, but it's market. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ്. നമ്മൾ the യൂസ് ചെയ്യാൻ പാടില്ലാത്ത പ്ലേസസ്. നമുക്ക് നോക്കാം. അപ്പം സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന്, ഇത് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വർക്ക്ഔട്ടിലൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ്, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. നമ്മളിപ്പം പഠിച്ചതൊക്കെ എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് the. ഇനി നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലോട്ട് പോവാണ്. രണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? എ ആൻഡ് ആൻ. എയും ആൻ. നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് എ യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ആൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എയുടെ കാര്യം എടുത്താലോ. എ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇവിടെ ആനും ഒപ്പം പോവാം. ഓക്കെ, ആൻ യൂസ് ചെയ്യും. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്നത് കൺസണന്റ് സൗണ്ട്സിന്റെ മുൻപിലായിട്ട് നമ്മൾ എ ചേർക്കും. ഇവിടെ ആൻ ചേർക്കുന്നത് വവൽ സൗണ്ട്സിന്റെ മുൻപിലും. ഓക്കെ, എ ചേർക്കുന്നത് കോൺസണന്റ് സൗണ്ട്സിന്റെ മുൻപിലായിരിക്കും, while an is used before vowel sounds.
വവൽ സൗണ്ട്സിന് മുൻപിലായിരിക്കും നമ്മൾ ആൻ ചേർക്കുന്നത്. നമുക്ക് കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ കോൺസണന്റ് എന്താ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, വവൽസ് അല്ലാത്തതും സ്പെഷ്യൽ വവലായ വൈ അല്ലാത്തതും ഒഴികെ ബാക്കിയെല്ലാം കോൺസണന്റ്സ് ആണ്. നോക്കാം നമുക്ക്. എക്സാമ്പിൾ, a car, a bike. ഈ വവലാണെങ്കിലോ an ice cream, okay, an apple, okay, an ice cream. So vowel sounds ഇന്റെയൊക്കെ മുൻപിൽ വരുമ്പോൾ നമ്മൾ ആൻ ചേർക്കും. കോൺസണന്റ് സൗണ്ട്സ് വരുമ്പോൾ നമ്മൾ ചേർക്കും. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, അടുത്ത റൂളിലോട്ട് നമുക്ക് പോവാം. അടുത്ത റൂൾ എന്ന് പറയുമ്പോൾ ആനിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അബ്രിവിയേഷൻസിന്റെ മുൻപിലായിട്ട് നമ്മൾ ആൻ ചേർക്കും. എവിടെ? അബ്രിവിയേഷൻസിന്റെ മുൻപിലായിട്ട് നമ്മൾ ആൻ ചേർക്കും. എക്സാമ്പിൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. an MLA, ഒരു എക്സാമ്പിൾ അല്ലേ. an MP, an MLA, an MP. ഓക്കെ, മനസ്സിലായോ? അബ്രിവിയേഷൻസ് മറക്കരുത്, ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, an MLA, an MP, an LD clerk, an MLA, an MP, an LD clerk. എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ഇനി അടുത്തതിലേക്ക് പോവാം നമുക്ക്. സിംഗുലറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എയും യൂസ് ചെയ്യും, ആനും യൂസ് ചെയ്യും. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, വൺ. സിംഗുലർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? വൺ എന്ന് പറയുന്നതാണ് സിംഗുലർ. സിംഗുലറിന്റെ കൂടെ ഇത് നമ്മൾ ശ്രദ്ധിക്കാം. സിംഗുലർ നമ്മൾ ഇവിടെ സിംഗുലറിന്റെ കൂടെ എയും ആനും യൂസ് ചെയ്യും. ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, സിമ്പിൾ അല്ലേ. സോ സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്ന എന്താണോ അതിനെ നമ്മൾ സിംഗുലർ എന്ന് പറയും. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. a കാർ എന്ന് പറയുമ്പോൾ അത് ഒരു കാറാണ് അല്ലെ, ഒന്നിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ an ഐസ്ക്രീം, ഒരു ഐസ്ക്രീം. ഓക്കെ, ഇതാണ് നമ്മൾ സിംഗുലറിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ അല്ല, അടുത്ത റൂളിലോട്ട് പോവാം. A or an is used to refer to persons who are strangers to the speaker. സ്പീക്കറിന് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുടെ മുൻപിലായിട്ട് നമുക്ക് എന്ത് ചേർക്കാം? എയോ ആനോ ചേർക്കാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. Mr. Gopal came here this morning. Mr. Gopal came here this morning. അപ്പൊ നിങ്ങൾ ഓർക്കും നമ്മൾ ദ എന്ന് പറയുന്നത് അല്ല, നിങ്ങൾ ഓർക്കും ദ നമ്മൾ പ്രോപ്പർ നൗൺസിന് മുൻപേ ചേർക്കാറില്ലല്ലോ, അല്ലെങ്കിൽ എ ഗോ, അങ്ങനെ നമ്മൾ ദയുടെ കാര്യത്തിൽ പഠിച്ചായിരുന്നു. ദയിൽ നമ്മൾ പ്രോപ്പർ നൗൺസിന്റെ മുൻപിൽ നമ്മൾ ദ ചേർക്കില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, അതുപോലെ തന്നെ എ ഗോ നമ്മൾ പേഴ്സൺസിന്റെ മുൻപിലും എ ചേർക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ആ റൂൾ എന്താണ്? നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾ എന്താണ്? ശ്രദ്ധിച്ചേ. സ്ട്രേഞ്ചേഴ്സിന്റെ കാര്യം പറയുമ്പോൾ മിസ്റ്റർ ഗോപാൽ കെയിം ഹിയർ ദിസ് മോർണിംഗ്. നോക്ക് നോക്കേ, മിസ്റ്റർ ഗോപാൽ കെയിം ഹിയർ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ഗോപാൽ എന്ന് പറയുന്ന ഒരാൾ, ഗോപാൽ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് രാവിലെ ഇവിടെ വന്നു. അപ്പൊ ഗോപാൽ, ഏത് ഗോപാലാണെന്ന് നമുക്കറിയില്ല, നമുക്ക് ഏത് ഗോപാലിനെ പറ്റി അറിയില്ല, ഏത് ഗോപാലാണെന്ന് അറിയില്ല. സോ അവിടെ നമ്മൾ പറയും മിസ്റ്റർ ഗോപാൽ എന്ന് പറയും. ഇനി നമുക്ക് നോക്കാം. An Ajit is waiting to see you. An Ajit is waiting to see you. അവിടെ an Ajit എന്ന് പറയാൻ കാരണം എന്താണ്?
പറഞ്ഞു vowel അല്ലേ അജിത് എന്ന് പറയുന്ന വേർഡ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് an അജിത് എന്ന് വന്നത്. നമുക്ക് നോക്കാം, ഇവിടെ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Mr. Gopal came here this morning. Mr. Gopal. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ നമ്മൾ യും ആനും ചേർക്കും. ഇനി an Ajit is waiting to see you. നമുക്ക് അറിയില്ല ഏത് അജിത്താന്നൊന്നും അറിയില്ല. is waiting to see you. ഓക്കെ, ഒരു അജിത്ത് നിങ്ങളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതാണ് when strangers are there or when we are not aware about a person, we use a or an before them. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. എന്ന് പറയുന്നത് നമ്മൾ എവിടെ ചേർക്കും? എ ഓർ ആൻ പ്രോപ്പർ നൗണിന്റെ മുൻപിൽ നമ്മൾ ചേർക്കും. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ നൗണിന്റെ മുൻപിലായിട്ട് എന്ത് ചേർക്കില്ല എന്ന്. നോർമലി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചേർക്കില്ല എന്ന് പറയും. പക്ഷേ ഏത് പ്രോപ്പർ നൗണിനാണ് വരുന്നത്? Then a proper noun is treated as a common noun. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റൂൾ ആണ്. When a proper noun is treated as a common noun, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. When a proper noun is treated as a common noun, a or an should be used before that. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. He is a Shylock. He is a Shylock. He is a Shylock. He is a Shylock. He is a second Newton. 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 ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. When a proper noun is treated as a common noun, a or an should be used. Okay, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കാം. He is a Shylock. Shylock എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആളല്ലേ. സോ എന്താ പറയേണ്ടത്? നമുക്ക് Shylock എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു നൗൺ ആണ്. പ്രോപ്പർ നമ്മൾ രാജു, റാണി, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണോ? സോറി, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേരുകളാണോ? അല്ല. ബട്ട് ഷൈലോക്കിനെ നമുക്കറിയാം, ന്യൂട്ടൺ ആരാണെന്ന് നമുക്കറിയാം, ഷേക്സ്പിയർ ആരാണെന്ന് നമുക്കറിയാം. സോ ഇതുപോലുള്ള പേരുകൾ എന്ന് പറയുന്ന പ്രോപ്പർ നൗൺ ആണെങ്കിൽ തന്നെയും, ഈവൻ ദോ ദേ ആർ പ്രോപ്പർ നൗൺസ്, these names are used as common nouns too. അവർ നമ്മൾ കോമൺ നൗൺസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ പ്രോപ്പർ നൗൺസിനെ കോമൺ നൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള പേരുകൾ വരുമ്പോൾ നമ്മൾ അതിന്റെ മുൻപിലായിട്ട് ഡെഫിനറ്റ് ആയിട്ടും എ ഓർ ആൻ ചേർത്തിരിക്കണം. എന്താ പറഞ്ഞത്? പ്രോപ്പർ നൗൺസ് കോമൺ നൗൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മുൻപിലായിട്ട് നമ്മൾ എ അല്ലെങ്കിൽ ആൻ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂൾസ്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ ഇത്? ജസ്റ്റ് ഒന്ന് നമ്മുടെ മനസ്സിലെത്തി നല്ലപോലെ ഒന്ന് വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശമുള്ള, അതായത് വവൽ എന്താന്ന് പഠിച്ചു, കോൺസണൻസ് എന്താന്ന് പഠിച്ചു, ആർട്ടിക്കിൾസ് എന്താന്ന് പഠിച്ചു. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, രണ്ട് പാർട്സ് ആണ്. സോ ആർട്ടിക്കിൾസ് ആർ ഡിവൈഡഡ് ഇൻടു ടു പാർട്സ്. ഫസ്റ്റ് വൺ ഇസ് definite article and second one is indefinite article. So indefinite article, the, okay, indefinite article,
we use the. Definite article is the, and indefinite articles are a and an. Indefinite articles ആണ് എയും ആനും. നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾസിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഡെഫിനറ്റ് ആർട്ടിക്കിൾസിനും ഉണ്ട്, ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസിനും ഉണ്ട്. സോ ഡെഫിനറ്റ് ആർട്ടിക്കിൾസിന്റെ റൂൾസ് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്ന സ്ഥലം നമ്മുടെ നൗൺസ്, അതായത് യുണീക്ക് ആയിട്ടുള്ള തിങ്സിന്റെയും പേഴ്സൺസിന്റെയും മുൻപിൽ നമ്മൾ എന്ത് ചേർക്കും? ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ ചേർക്കും. പിന്നെ അതുപോലെ മൗണ്ടൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഇതിന്റെയൊക്കെ മുൻപിലായിട്ട് നമ്മൾ ദ ചേർക്കും. അതുപോലെ തന്നെ നെയിംസ് ഓഫ് റിവേഴ്സ്, കനാൽസ്, സ്ട്രീറ്റ്സ്, സീസ്, ഓഷ്യൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുൻപിൽ ദ ചേർക്കും. ദെൻ ഷിപ്സ്, ഫ്ലീറ്റ്സ്, ട്രെയിൻസ്, ഹോട്ടൽസ്, ഡെസേർട്സ്, ഇതിന്റെയൊക്കെ മുൻപിൽ നമ്മൾ ദ ചേർക്കും. പിന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ബാങ്ക്സ്, എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഇതിന്റെ മുൻപിലായിട്ട് നമ്മൾ ദ ചേർക്കും. പിന്നെ എവിടെയാണ് അഡ്ജക്റ്റീവ്സ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്ന അഡ്ജക്റ്റീവ്സിന്റെ മുൻപിലായിട്ട് നമ്മൾ ദ ചേർക്കും. പിന്നെ രണ്ട് ഡിഫറെന്റ് പേഴ്സൺസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് പേഴ്സൺസിനെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ മുൻപിൽ നമ്മൾ ഇതിന്റെ രണ്ടുപേരുടെ മുൻപിൽ നമ്മൾ ദ ചേർക്കണം. ഇതൊക്കെയാണ് ദ ചേർക്കേണ്ട മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഓക്കെ, എയും ആനും നമ്മൾ എവിടെയാ ചേർക്കുന്നത്? സിംഗുലർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എയും ആനും ചേർക്കും. കോൺസണന്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ മുൻപിലായിട്ട് എ ചേർക്കും. വവൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ മുൻപിലായിട്ട് ആൻ ചേർക്കും. പിന്നെ സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? റെഫർ ചെയ്യുമ്പോൾ, റെപ്രസെന്റ് അല്ല റെഫർ ചെയ്യുമ്പോൾ. സോ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ന് ചേർക്കും, ആൻ ചേർക്കും. അത് നമ്മൾ വവൽ യൂസ് ചെയ്യുന്ന പറഞ്ഞല്ലോ, വവലിലാണെങ്കിൽ നമ്മൾ ആൻ ചേർക്കും, കോൺസണന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ചേർക്കും. ഇനി സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അബ്രിവിയേഷൻസിന്റെ മുൻപിൽ നമ്മൾ ആൻ ആയിരിക്കും എപ്പോഴും ചേർക്കുക. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റൂൾസ് ദാറ്റ് യു ഹാവ് ടു ലേൺ. അങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഇനി ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കവർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഐ വിൽ ക്ലിയർ ഓൾ ദോസ് ഡൗട്ട്സ്. എനിക്കത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വർക്ക്ഔട്ട്സ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. ഈ ആർട്ടിക്കിൾസിനെ നമ്മൾ ഇന്ന് കവർ ചെയ്ത പോർഷൻസിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഇടാം. അത് നിങ്ങൾ അതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ആൻസേഴ്സ് എന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി പുട്ട് ഇറ്റ് ഇൻ ദി കമന്റ് ബോക്സ്. ഐ വിൽ ഡെഫിനറ്റ്ലി ചെക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഞാൻ പറഞ്ഞല്ലോ, വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാം. അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ ആൻസർ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.